ഒരു ലിസ്റ്റഡ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ് എന്താണ്, അത് ആരാണ് ഓൺ ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കമ്പനിയാണെന്ന് എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം. അതിന് പറ്റിയൊരു ടൂൾ ഉണ്ട്. ഒരു മിനിറ്റിൽ നമുക്ക് നോക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ടൂളിൻ്റെ പേരാണ് screener.in എന്നുള്ളത്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ സെർച്ച് ഫോർ എ കമ്പനി എന്നുള്ള അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി സെർച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രീസ് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസാണ്. അതിൻ്റെ സൈഡിൽ നമുക്ക് ഈ അബൌട്ട് കാണാം. കമ്പനിയെ കുറിച്ചുള്ളൊരു സമ്മറി നമുക്ക് അവിടെ നിന്ന് കിട്ടും. കമ്പനി ആരാണ് ഓൺ ചെയ്യുന്നത്, കമ്പനിയുടെ ബിസിനസ് എന്താണെന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് അനലൈസ് ചെയ്യാൻ കഴിയും. അതുപോലെ അതിൻ്റെ സൈഡിൽ നമുക്ക് കമ്പനിയുടെ കീ നമ്പേഴ്സും അതുപോലെ ഫിനാൻഷ്യൽ റേഷ്യോസും ആണ് കാണാൻ കഴിയുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും കമ്പനിയുടെ വലിപ്പം എത്ര ഉണ്ടെന്ന് അളക്കാൻ നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് ഉപയോഗിക്കാം. സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ്, സ്റ്റോക്ക് പോയ ഹൈയ് ലോവ്, അതുപോലെ സ്റ്റോക്കിൻ്റെ പി റേഷ്യോ, ബുക്ക് വാല്യൂ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒക്കെ നമുക്ക് അവിടെ കാണാം. അതുപോലെ ചാർട്ട് കാണാം. സ്റ്റോക്കിൻ്റെ പ്രൈസ് പോയ 1 ഇയർ ചാർട്ട്, 3 ഇയർ ചാർട്ട്, 5 ഇയർ ചാർട്ടൊക്കെ നമുക്ക് അവിടെ കാണാം. അതുപോലെ ഈ screener.in ഒരു അനാലിസിസ്, ഈ കമ്പനിയെ കുറിച്ചുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് ഇവിടെ കാണാം. പിയർ കമ്പാരിസൺ ഉണ്ട്. സെയിം സെക്ടറിലുള്ള ഡിഫറെൻറ്റ് കമ്പനീസിനെ ഒരു ടാബിളാക്കി തന്നിട്ടുണ്ട്. ഈ ടാബിൾ അനലൈസ് ചെയ്ത് നമുക്ക് ഈ സെക്ടറിൽ ആരാണ് ഡൊമിനേറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. കമ്പനിയുടെ ക്വാർട്ടർലി റിപ്പോർട്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ റേഷ്യോസ് തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ തന്നിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത്, ഗവൺമെൻറ് എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത്, പബ്ലിക് എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ എല്ലാ വർഷത്തെയും ആനുവൽ റിപ്പോർട്ട്സും ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കമ്പനിയെ ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്യാൻ പറ്റിയൊരു ടൂളാണ് screener.in. ഈ ഫിനാൻഷ്യൽ റേഷ്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന വീഡിയോസിൽ പറയും. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തു.